ഒരുപാട് ആശംസകരുണ്ട്. അടുത്തതായി ഒന്ന് രണ്ട് വാക്കിലൂടെ ഒരാശംസ അർപ്പിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട കരീം ഫൈസി ഹുസൈനെ ക്ഷണിച്ചു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി ഫായിസിന ബിറല്ലാഹി മാ ബഅദ്. ആശംസാ പ്രസംഗത്തിന് എതിരുള്ള ആളാണ് ഞാൻ തന്നെ ആശംസ അർപ്പിക്കുമ്പോൾ മഹാനായിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹജ്ജത്തുൽ വദാഇൽ അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും അൽ ഇസ്ലാമ ദീന എന്ന് പറഞ്ഞ് 1,24,000 അനുയായികളെ സഹാബത്തിനെ അണിനിരത്തിക്കൊണ്ട് പറഞ്ഞ ഈ ദിവസത്തിൽ ഇന്ന് ദീനിനെ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്നും ഈ പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം നിങ്ങളുടെ മതമായിട്ട് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നും പറഞ്ഞതായിരിക്കുന്ന ആ ദീൻ ഇന്ന് ബദ അൽ ഇസ്ലാം ഗരീബ വസയഊദു കമാ ബദ, ഏത് രൂപത്തിലാണോ ഇസ്ലാം തുടങ്ങിയത് അത് രൂപത്തിൽ തന്നെ അത് അസ്തമിക്കും എന്ന് പറഞ്ഞതായിരിക്കുന്ന ആ ഒരു ഘട്ടത്തിൻ്റെ തുടക്കത്തിലാണോ നാം എന്ന് സംശയിക്കേണ്ട ഒരവസ്ഥയിലാണ് നാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. സാഹചര്യങ്ങളുടെ എല്ലാ തെളിവുകളും വെച്ച് നോക്കുമ്പോൾ ഏകദേശം അതിൻ്റെ തുടക്കത്തിലാണ് എന്ന് നമുക്ക് ഏകദേശം ഊഹിക്കാൻ സാധിക്കുന്നൊരവസ്ഥയിലായതുകൊണ്ട് ഇത്തരം നല്ല കാര്യങ്ങളിലൂടെ നാം ചെയ്യേണ്ടത് നമ്മുടെ ഈമാൻ ശക്തമാക്കുക എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ജിദ്ദ ഇസ്ലാമിക് സെൻ്ററിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട അൻവർ ചരങ്കി സാഹിബിനെ ആദരവോടെ ക്ഷണിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജിദ്ദ കാസർഗോഡ് ജില്ല SOS നടത്തുന്ന ഈ മതപ്രസംഗ പരിപാടിയിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ SOSക്ക് രൂപം നൽകി കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. നമ്മുടെ ആലമ്പാടി ദാരിമിക്ക് ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഒരു പൊതുപരിപാടി നടത്തണമെന്ന്. പക്ഷേ അദ്ദേഹം ഇവിടുത്തെ എല്ലാവരുടെയും ഇന്ന് ഇസ്ലാമിക് സെൻ്ററിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യതയാണ്. എന്നാലും കാസർഗോഡ് ജില്ലകൾക്ക് കുറവാണ് എന്നുള്ളൊരു തോന്നലാണ് മൂപ്പർക്കുള്ളത്. പക്ഷേ കാസർഗോഡ് ജില്ലയിൽ SOSയുടെ ശക്തി അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. കാരണം ഈ കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ സമ്മേളനം കാസർഗോഡ് ജില്ലയിൽ വെച്ച് കാസർഗോഡ് വിദ്യാനഗറിൽ വെച്ച സമ്മേളനം അത് എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഇരുന്നതിലുള്ള മിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അന്ന് ഹൈദരലി ഷിഹാബ് തങ്ങൾ ഇവിടെ വന്നപ്പോൾ അന്ന് പറഞ്ഞത് നിങ്ങൾ കാസർഗോഡുള്ള ശക്തി എനിക്ക് മനസ്സിലായത് നമ്മുടെ സമ്മേളനം കണ്ടതിന് ശേഷമാണെന്നുള്ളതാണ്. അപ്പം അത്രയ്ക്കും ഇസ്ലാമിൻ്റെ ആ ചിട്ടയോടും കൂടി അത്രയ്ക്കുള്ള ഒരു പരിപാടി നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചത് എന്തുകൊണ്ടാണ്? അത് SOSന്റെ ഒരു ശക്തി ആർജിച്ചത് കൊണ്ട് എന്നുള്ളതിന് ഒരു സംശയമില്ല. പിന്നെ ഇന്നിവിടെ ഞാനൊരു പ്രസംഗിക്കാൻ നിന്നാൽ കാരണം നമ്മുടെ യുവപ്രാസംഗികൻ അസ്രഫ് റഹ്മാൻ ഞാൻ തന്നെ വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനാണ്. അദ്ദേഹത്തെ പറ്റി ഞങ്ങൾ തമ്മിൽ പരിചയം ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വാപ്പ സാൽ ഉസ്താദ് അദ്ദേഹത്തിൻ്റെ തറവാട് എൻ്റെ നാടാണ്, ചേരങ്കിയാണ്. അങ്ങനെ എൻ്റെ ഫാമിലി ഉൾപ്പെടെ എല്ലാവരും എൻ്റെ പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു, നിങ്ങൾ നമ്മുടെ അസ്രഫ് ഇന്ന് ഇവിടെ അസ്രഫ് റഹ്മാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കണം, അദ്ദേഹം ഏറ്റവും നല്ല യുവ പ്രാസംഗികനാണെന്നുള്ളത്. അപ്പോൾ എൻ്റെ സമയം ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനുള്ള അദ്ദേഹത്തിന് ഒരു 2 മണിക്കൂറൊന്നും തികയില്ല നമ്മളോട് സംസാരിക്കാൻ. അത് കേട്ടാൽ നമ്മൾക്ക് ആർക്കും പോകാനും പറ്റില്ല. അതുപോലെ തന്നെ ആലിമ്യങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനായ ഒരു ക്യാമ്പസുകാരനായി ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് എൻ്റെ സമയം കളയുമ്പോൾ നമ്മൾക്ക് അത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ ഉദ്ഘാടകൻ നമ്മുടെ തങ്ങൾ ഉംറ നിർവഹിക്കാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് നമ്മുടെ ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടിയത് നമ്മുടെ വലിയൊരു ഭാഗ്യമെന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ നമ്മുടെ SOSന്റെ നേതാവ് സുബൈർ ദാരിമി, ഞാൻ പരിചയമില്ലെങ്കിൽ തിരുക്കരിപ്പൂരിയാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെയും നമ്മൾക്ക് ക്ലാസ് കേൾക്കാനുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാത്ത SOS നടത്തുന്ന ഈ പരിപാടിക്ക് നമ്മുടെ KMCCയുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി നമ്മോട് സംസാരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട പെരിങ്ങം മുസ്തഫ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും
അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ആദിത്യങ്ങൾ, വേദിയിലുള്ള പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, ഞാനിവിടെ നിങ്ങളുടെ പരിപാടി വീക്ഷിക്കാനും ഉസ്താദുമാരുടെ സംസാരം കേൾക്കുന്നതിനും വേണ്ടി എത്തിച്ചേർന്നതാണ്. സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഇവിടെ വന്നപ്പോൾ ഒരു 2 വാക്ക് ആശംസ പറയണം എന്നതിന് സംഘാടകർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സന്ദർഭം വിനിയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായും നമ്മൾ മയ്യത്ത് നിസ്കരിക്കുമ്പോൾ കൊടിഞ്ഞിയിലെ ഫൈസലിനെ സൂചിപ്പിക്കുകയുണ്ടായി. കൊടിഞ്ഞിയിലെ ഫൈസലിൻ്റെ മരണം നമ്മെയൊക്കെ ചിന്തിപ്പിക്കുന്നതും നമ്മുടെ രാജ്യത്തിലെ മുസ്ലിം സമുദായം അനുഭവിക്കുന്ന തീക്ഷ്ണമായ പരീക്ഷണങ്ങളുടെയും വെല്ലുവിളികളുടെയും ഒരു വലിയ സംഭവമായി നാം അതിനെ കാണേണ്ടതായിട്ടുണ്ട്. ഇസ്ലാമിലേക്ക് ആരുടെയും പ്രേരണയില്ലാതെ ഇസ്ലാമിനെ പറ്റി മനസ്സിലാക്കാനും സ്നേഹിതന്മാരോടും അറിവുള്ളവരോടും ചോദിച്ച് ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിൻ്റെ നല്ല വശങ്ങൾ മനസ്സിലാക്കി ഷഹാദത്ത് കലിമ ചൊല്ലി ദീനിലേക്ക് കടന്നു വന്ന ആ ചെറുപ്പക്കാരൻ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് ആഗ്രഹങ്ങളുമായി തൻ്റെ നാട്ടിലേക്ക് പോയി തൻ്റെ സഹധർമ്മിണിയെയും 3 മക്കളെയും ദീനിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം എനിക്കിവിടെ വന്ന് ഉംറ നിർവഹിക്കണം എന്ന ആഗ്രഹം തന്നോടൊപ്പം ജോലി ചെയ്യുന്നവരോടും സഹോദരന്മാരോടുമൊക്കെ പറഞ്ഞ് പ്രതീക്ഷകളുടെ നാട്ടിലേക്ക് പോയ ചെറുപ്പക്കാരൻ തൻ്റെ കുടുംബത്തോടൊപ്പം ഭാര്യയെയും മക്കളെയും ജീവിപ്പിച്ചാൽ അവർ വളർന്നു വരുന്ന സംസ്കാരം, സാഹചര്യം പഴയതുപോലെ ആയിരിക്കും എന്ന് മനസ്സിലാക്കി പൊന്നാനിയിൽ കൊണ്ടുപോയി ഭാര്യയ്ക്കും മക്കളും ആവശ്യമായ പ്രാഥമികമായ ദീനീ വിജ്ഞാനം കൊടുത്ത് നാട്ടിലേക്ക് കൊണ്ടുവന്ന് ദീനിലേക്ക് കൊണ്ടുവന്ന് ഒരു വാടക വീടെടുത്ത് അതിൽ താമസമാക്കി പിറ്റേ ദിവസം ഇവിടത്തേക്ക് തിരിച്ചു വരുന്നതിനു വേണ്ടിയുള്ള യാത്രയുടെ തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനു വേണ്ടി അതിരാവിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തിലെ ഹൈന്ദവ തീവ്രതയുടെ പ്രതീകങ്ങളായ RSSന്റെയും BJPയുടെയും ഒക്കെ തീവ്രവാദികളുടെ നിഷ്ഠൂരമായ കൊലക്കത്തിക്ക് വിധേയമാക്കി നമ്മോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞുപോയ ആ സഹോദരൻ നമ്മുടെ മുമ്പിൽ ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ടാണ് യാത്ര പറഞ്ഞു പിരിഞ്ഞത്. അല്ലാഹു ആ വ്യക്തിത്വത്തിന് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദീനിലേക്ക് തൻ്റെ പ്രാണനോടൊപ്പം കടന്നു വന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിക്കും ഒന്നും അറിയാതെ ബാപ്പച്ചി ഗൾഫിലേക്ക് പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന ആ പിഞ്ചു പൈതങ്ങൾക്കും അല്ലാഹു ആ വിഷമങ്ങളെ നേരിടാനുള്ള കരുത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഇവിടെ ആശംസാ പ്രസംഗം നടത്തിയ തങ്ങൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം ഒരു തുടക്കമായി തന്നെ നമ്മൾ തുടങ്ങേണ്ടി വരുമോ എന്ന രൂപത്തിലേക്ക് ഇന്ത്യ രാജ്യത്തിലെ കാര്യങ്ങൾ കടന്നു വരികയാണ്. മോദിയെ വിളിക്കൂ, രാജ്യത്തെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം വിളിച്ച ആളുകൾ നമ്മുടെ രാജ്യത്ത് മോദി വന്നതോടുകൂടി ഖുർആനിൽ പറഞ്ഞ ഖിയാമത്ത് നാളിൻ്റെ അലാമത്തുകൾ കണ്ടു തുടങ്ങിയിരിക്കും. നമ്മൾ അധ്വാനിച്ച്, നമ്മൾ വിയർപ്പ് ചീന്തി, നിങ്ങളുടെ കുടുംബത്തെ കാണാതെ, കഠിനമായ ചൂടിനെ വകവെക്കാതെ അധ്വാനിച്ച് തൻ്റെ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി ജോലി ചെയ്തുണ്ടാക്കിയ കാശ് വീട്ടു ചെലവിന് വേണ്ടി വീട്ടിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഗൾഫിലേക്ക് വന്നത്. ആ നോട്ടിനൊരു കടലാസിൻ്റെ വില പോലും കൽപ്പിക്കപ്പെടാതെ തുണ്ടുതുണ്ടായി മുറിക്കപ്പെട്ടേക്ക്
വളപട്ടണത്തിൽ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ് കമ്പനിയിലേക്ക് പൾപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടി കയറ്റി അയക്കുന്നൊരു സ്ഥിതിയിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വരുമ്പോൾ നാം ഒരു നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണം. ഈ രംഗത്ത് ആർക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കും? എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ചുരുക്കം ചില സംഘടനകൾ മാത്രമേ ദീനീ രംഗത്തുണ്ടായിട്ടുള്ളൂ. ഇന്ന് 900 സംഘടനകളും 900 മുദ്രാവാക്യങ്ങളുമുണ്ട്. വേഗം സ്വർഗത്തിലെത്തിക്കാം എന്ന് പറയുന്ന സംഘടനകൾ അള്ളാഹുവിനെ മാത്രം നോക്കിയാൽ മതി, ഇസ്ലാമിക ചരിത്രം ഒന്നും നോക്കണ്ട, ബദരീങ്ങളെ പറ്റി ചിന്തിക്കണ്ട, റസൂലിനെ മാത്രം പറഞ്ഞാൽ മതി എന്ന രൂപത്തിലൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഹീനമായ ശ്രമങ്ങളുമായി പോകുന്ന സംഘടനകളുമൊക്കെ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിന് നേരെ വരുന്ന വെല്ലുവിളികളെ നേരിടാൻ ആർക്കും സാധിക്കുമെന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ കാണിച്ചു കൊടുക്കാൻ സാധിച്ച ഒരു വലിയ പ്രകാശഗോപുരവും വലിയ പ്രസ്ഥാനവുമാണ് സമസ്ത എന്ന സംഘടന. നമ്മളതിനെ നിസ്സാരമായി കാണരുത്. ഒരു വലിയ വെള്ളച്ചാട്ടം വരുമ്പോൾ അതിനെ തടുത്തു നിർത്താൻ ആവശ്യമായ ഒരു അണ കെട്ടിക്കൊടുക്കാൻ സാധിക്കുന്ന ഒരു സംരംഭം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. നിങ്ങൾക്കറിയാം, 1, 2, 3 എല്ലാം 1, 2, 3 ഇസ്ലാമിനെതിരെ വെല്ലുവിളി. മുസ്ലിമീങ്ങൾ 1, 2, 3 കെട്ടുന്നവരാണെന്ന് പറഞ്ഞിട്ടാ ശരീഅത്തിനെതിരെ വെല്ലുവിളി തുടങ്ങിയത്. മുഹമ്മദും ഒക്കെ കണ്ടമാനം പെണ്ണ് കെട്ടുന്നവരും കണ്ടമാനം മൊഴി ചൊല്ലുന്നവരുമാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിക ശരീഅത്തിനെ അപകീർത്തിപ്പെടുകയും അപമാനിക്കുകയും ചെയ്ത് ആ ശരീഅത്ത് സംവിധാനം ഈ രാജ്യത്ത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ശരീഅത്തിനെതിരെ കടുത്ത വെല്ലുവിളികൾ വന്നപ്പോൾ ആ വെല്ലുവിളിയെ നേരിടാനും ഇസ്ലാമിക ശരീഅത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ദീനിയായ രൂപത്തിൽ വിശ്വാസപരമായി പോരാട്ടം നടത്തിയ ഒരു വലിയ പ്രസ്ഥാനമാണ് സമസ്ത. ആ സമസ്ത ഈ മാറി വന്ന സാമുദായിക പശ്ചാത്തലത്തിൽ ഒരു വലിയ ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി. നമ്മുടെ ഏക സിവിൽ കോഡ് എന്ന ആശയം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ഹീനമായ ശ്രമം. നമ്മളിൽ പലരും ചിന്തിക്കും, ഏക സിവിൽ കോഡ് വന്നാൽ എന്താ ബുദ്ധിമുട്ട്, നമ്മളെ പള്ളിയൊന്നും പൊളിക്കില്ല, നമുക്ക് വിഷമമൊന്നുമില്ല എന്ന് ചിന്തിക്കും. ഏക സിവിൽ കോഡ് വന്നാലുള്ള വിഷമം, ഞാൻ 2-3 ആഴ്ച മുമ്പ് ഇവിടെ KMCCയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വ്യത്യസ്ത മതങ്ങൾക്ക് വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രീതികളുമാണ്. അത് ഒരേ രൂപത്തിൽ വരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം തകരും. നമുക്ക് അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ പള്ളിയുടെ തിരുമുറ്റത്ത് പോയി കെട്ടുന്ന പെണ്ണും ചെറുക്കനും കൂടി പരസ്പരം മാലയിട്ട് ബൊക്ക കൈമാറിയാൽ വിവാഹമാകില്ല. അവിടെ നിക്കാഹ് നടക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ വിശ്വാസമാണ്. ആ സ്ഥാനത്ത് ഹൈന്ദവ ആചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരസ്പരം മാല മാറിയാൽ മതി, കെട്ടുതാലി കെട്ടിയാൽ മതി, മോതിരം വലത് കൈക്കിട്ട് കൊടുത്താൽ മതി എന്ന രൂപത്തിലേക്കൊരു നിയമം വന്നാൽ എന്താകും സ്ഥിതി എന്ന് ചിന്തിക്കാൻ നമ്മൾ നിർബന്ധിതരാണ്. അതുപോലെ തന്നെ നമ്മുടെ വ്യത്യസ്ത മതങ്ങൾക്ക് വ്യത്യസ്തമായ ശവസംസ്കാര ചടങ്ങുകളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മരിച്ചാൽ ഓരോരുത്തരുടെ മയ്യത്ത് കുളിപ്പിച്ച് അവനെ 3 കഷ്ണം കോട്ടൺ തുണിയിൽ വെള്ള തുണിയിൽ പൊതിഞ്ഞ് 6 അടി കബറിൽ താഴ്ത്തുകയാണ്. ഗൾഫിൽ പോയി അധ്വാനിച്ച് വലിയ സമ്പത്തൊക്കെ ഉണ്ടാക്കിയ ഒരു ആജിയാരാണ് മരിച്ചതെങ്കിൽ ആ ആജിയാർക്ക് പട്ടിൻ്റെ തുണി കൊണ്ട് മയ്യത്ത് കഫൻ ചെയ്യാൻ സാധിക്കില്ല. അയാൾക്ക് 3 കഷ്ണം കോട്ടൺ തുണിയേ പറ്റൂ. പാവപ്പെട്ടവനും കോട്ടൺ തുണിയേ പറ്റൂ. അതുപോലെ തന്നെ ഒരു ക്രൈസ്തവൻ മരിച്ചാൽ ആ ക്രൈസ്തവന്റെ ബോഡി അവന്റെ സാമ്പത്തികമായ കഴിവുകൾക്കനുസരിച്ച് സുന്ദരമായ ശവപ്പെട്ടികളുണ്ടാക്കി ആ പെട്ടികൾ അടക്കം ചെയ്ത് കല്ലറക്കുള്ളിൽ താഴ്ത്തുകയാണ് ചെയ്തു വരുന്നത്. മുസ്ലിം മരിച്ചാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഹൈന്ദവൻ മരിച്ചാൽ അവന്റെ മൃതശരീരം ഒരു ചുവന്ന തുണി കൊണ്ട് പുതച്ച് 3 പാനി വെള്ളം കുടിപ്പിക്കുന്നു എന്നതിൻ്റെ പേരിൽ ശരീരത്തിലൊഴിച്ച് 1 കഷ്ണം പട്ടിൽ പൊതിഞ്ഞ് അവന്റെ ഭൗതിക ശരീരം വെച്ച്
ആ ഭൗതിക ശരീരത്തിന്റെ മുമ്പിൽ വിറകും, പണക്കാരനാണെങ്കിൽ ചന്ദനമോ അതുപോലുള്ള മറ്റ് വിലപിടിച്ച വിറകോ ഉപയോഗിക്കാം. വിറക് വെച്ച് ആ വിറക് ഉള്ള ചിതക്ക് ആ മരിച്ച ആളുകളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളുകൾ തീ കൊടുക്കണം എന്ന് പറഞ്ഞാൽ സ്വന്തം മകൻ തീ കൊടുക്കണം. എന്നിട്ട് ആ ചിത കത്തി അമരുന്നത് വരെ അവിടെ നിന്ന് അതൊക്കെ തട്ടിക്കൂട്ടി തിരിച്ചു വരണം. ഇതിലേതെങ്കിലും ഒരാചാരമാണ് നടപ്പിലാക്കുന്നതെങ്കിൽ നമുക്കതിനെ അംഗീകരിക്കാൻ പറ്റുമോ? ഒരു മുഹമ്മദ് മരിച്ചാൽ ആ മുഹമ്മദിന്റെ മയ്യത്ത് മുറ്റത്ത് കൊണ്ടുവച്ച് അല്ലെങ്കിൽ ശവപ്പറമ്പിൽ കൊണ്ടുവച്ച് അതിന്റെ മേലെ വിറക് കൊള്ളികൾ അട്ടിവെച്ച് ആ ചിതക്ക് മുഹമ്മദിന്റെ മൂത്തപുത്രൻ അഹമ്മദ് തീ കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ട്. വ്യത്യസ്ത മതങ്ങൾക്ക് വ്യത്യസ്തമായ ആചാരങ്ങൾ, വ്യത്യസ്തമായ അനുഷ്ഠാനങ്ങൾ. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നാനാത്വത്തിൽ ഏകത്വം എന്ന രൂപത്തിൽ വ്യത്യസ്ത മതങ്ങൾ, വ്യത്യസ്ത ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ടു പോവുകയാണ്. നമ്മുടെ രാജ്യത്തിലെ പലരും വിചാരിക്കുന്നത് ആരുടെയും ഔദാര്യം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ഇവിടെ അനുഷ്ഠിച്ചു പോരുന്നതെന്ന്. ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുമ്പോൾ നമുക്ക് അനുവദിക്കപ്പെട്ട ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിച്ചുകൊണ്ട് ഓരോ വിശ്വാസ പ്രമാണങ്ങൾക്കും അനുസൃതമായി ജീവിക്കാൻ ഇവിടെ ഭരണഘടന അവൻ അധികാരവും അവകാശവും നൽകുന്നുണ്ട് എന്നതുകൊണ്ട് ആ അധികാരവും അവകാശവും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നാം ഇവിടെ ജീവിക്കുന്നത് എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിന്റെ ഫലമായി ആരുടെയും ഔദാര്യം ഇതിനാവശ്യമില്ല. അതുകൊണ്ട് തന്റെ ഇടത്തോടുകൂടി നിന്ന് വളരെ ഇഖ്ലാസോടുകൂടി പടപൊരുതി നമ്മുടെ വിശ്വാസ പ്രമാണങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ സമസ്ത പോലുള്ള സംഘടനകളെ ശക്തിപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഞാൻ ശക്തിപ്പെടുത്തണമെന്ന് പറയാൻ കാരണം നമ്മുടെ ഇടയിൽ പല വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ദൂരസ്ഥലത്താണെങ്കിലും മറ്റൊരു രാജ്യത്താണ് നാം ജോലി ചെയ്യുന്നതെങ്കിലും അതിന്റെ ചുവടൊപ്പിച്ചുകൊണ്ട് സമസ്ത ഈ സുന്നി യുവജന സംഘത്തിന്റെ ഈ അറബി മേഖലയിലെ കമ്മിറ്റി ഉണ്ടാക്കുകയും അതിനനുസൃതമായി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ഈ എളിയവന്റെ പേരിൽ ആശംസിക്കുന്നു. നമ്മുടെ ഈ ഒത്തുചേരലും നമ്മളിവിടെ വെച്ച് ചൊല്ലിയ ദിക്റുകളും അതുപോലെ തന്നെ കാര്യങ്ങളും അള്ളാഹു സാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളൊക്കെ ഈ ഇരുത്തവും അച്ചടക്കവും കാണുമ്പോൾ കുറച്ചുകൂടി ഒരുപാട് കാര്യങ്ങൾ പറയണം എന്ന് മനസ്സ് പറയുന്നുണ്ട്. സന്ദർഭം അതിനനുവദിക്കാത്തതുകൊണ്ട് നിങ്ങളോട് വിട ചോദിക്കുന്നു. നമ്മുടെ എല്ലാ സാലിഹായ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. ദീനിന്റെ ശരിയായ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ, ആ ദീനിനെ പരിപൂർണ രൂപത്തിൽ സംരക്ഷിക്കപ്പെടാനും നമ്മുടെ പൂർവികന്മാർ കാണിച്ചു തന്ന ശരിയായ മാർഗത്തിലൂടെ മുന്നോട്ട് പോകാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു സന്ദർഭം യാത്രാമധ്യേ ഇവിടെ ഒരുക്കിത്തന്ന ഇതിന്റെ സംഘാടകർക്ക് എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി